ദൈവത്തിരുനാമത്തിന് സ്തോത്രം ചെയ്യും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ വചന കേൾവിക്ക് വേണ്ടി നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ കാതോർക്കുകയാണ്. സർവശക്തനായ ദൈവത്തിൻ്റെ ദയയാൽ അനുദിന ജീവിതത്തിന് ആവശ്യമായതെല്ലാം നൽകി തന്ന് ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ഭയങ്കരനുമാണ് ദൈവമെന്ന് എപ്പോഴും നമ്മുടെ മുമ്പിൽ തെളിയിച്ച് ആലോചനയും അതിന് തക്കമുള്ള അത്ഭുത പ്രവൃത്തികളും നമുക്ക് വേണ്ടി ചെയ്ത് എപ്പോഴും നമ്മുടെ പക്ഷത്ത് നിന്ന് നമ്മെ ജയാളികളാക്കി തീർക്കുന്ന നമ്മുടെ കർത്താവിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രവും സ്തുതിയും മഹത്വവും പുകഴ്ചയും കരയറ്റുന്ന കൂടെ നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ വിനീതമായ സ്നേഹവന്ദനങ്ങൾ കൂടി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ദൈവാലോചനയിലേക്ക് നമ്മൾ ശ്രദ്ധ തിരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇന്നത്തെ ആലോചനയ്ക്ക് ആധാരമായി 118 സങ്കീർത്തനത്തിൻ്റെ 26 വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. സങ്കീർത്തനങ്ങൾ 118 അതിൻ്റെ 26 വാക്യം. യഹോവയുടെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ. ഞങ്ങൾ യഹോവയുടെ ആലയത്തിൽ നിന്ന് നിങ്ങളെ അനുഗ്രഹിക്കുന്നു. ഞങ്ങൾ യഹോവയുടെ ആലയത്തിൽ നിന്ന് നിങ്ങളെ അനുഗ്രഹിക്കുന്നു. ആ വാചകം കേട്ടോ. ഞങ്ങൾ യഹോവയുടെ ആലയത്തിൽ നിന്ന് നിങ്ങളെ അനുഗ്രഹിക്കുന്നു. അനുഗ്രഹിക്കുന്നവരും അനുഗ്രഹം അനുഭവിക്കുന്നവരും. അതിനകത്ത് ഞങ്ങളും നിങ്ങളും എന്ന 2 കൂട്ടരെ കണ്ടോ വാക്കിനകത്ത്? ഞങ്ങൾ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. ആരാണ് ഇവിടുത്തെ ഞങ്ങൾ? ആരാണ് ഇവിടുത്തെ നിങ്ങൾ? 2 കൂട്ടരുണ്ട്. സൂക്ഷ്മതയോടെ ശ്രദ്ധിച്ചാൽ അനുഗ്രഹം എന്ന വിഷയം വിശുദ്ധ ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ അനുഗ്രഹം അനുഭവിക്കണം. ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗമാണ്. അതൊരു വലിയ നന്മയാണ്, അനുഗ്രഹം അനുഭവിക്കുക. ചിലർക്ക് അതിന് കഴിഞ്ഞിട്ടില്ല. അപ്പൻ്റെ അനുഗ്രഹം, ദൈവത്തിൻ്റെ അനുഗ്രഹം, അമ്മയുടെ അനുഗ്രഹം, അധ്യാപകരുടെ അനുഗ്രഹം, ഗുരുനാഥന്മാരുടെ അനുഗ്രഹം, ദൈവഭക്തന്മാരുടെ അനുഗ്രഹം, അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ തിരുവെഴുത്തിനകത്തുണ്ട്. നമ്മുടെ അധ്വാനത്തിനും നമ്മുടെ പ്രയത്നത്തിനൊക്കെ അപ്പുറമാണ് അനുഗ്രഹത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന പല നന്മകളും. ഇയ്യോബിനെക്കുറിച്ച് സാത്താൻ പറഞ്ഞൊരു വാക്ക് ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്. ഇയ്യോബിൻ്റെ പുസ്തകത്തിലെ ആദ്യത്തെ അധ്യായങ്ങളിലാണ്. ഇയ്യോബ് ദൈവഭക്തനായിരിക്കുകയും ദൈവത്തെ വിട്ടുമാറാതെ ദൈവത്തോട് പറ്റിച്ചേർന്ന് നിൽക്കുകയും ചെയ്യുന്ന കണ്ട് അസൂയാലുവായിരിക്കുന്ന പിശാച് ദൈവത്തോട് പറയുക, എന്താ പറഞ്ഞെന്നറിയാമോ? നീ അവൻ്റെ കൈകളുടെ പ്രവൃത്തിയെ അനുഗ്രഹിച്ചിരിക്കുകയല്ലേ, പിന്നെ എങ്ങനെയാ അവൻ നിന്നെ വിട്ടു മാറുന്നേ? അപ്പോൾ അവിടെ ദൈവം തന്നെ പറഞ്ഞില്ല, ഞാൻ അങ്ങനെയൊന്നും ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞില്ല. സാത്താൻ പറഞ്ഞ സത്യമാണ്. അങ്ങനെ സാത്താൻ സത്യം പറയാറില്ല. പക്ഷെ ഇവിടെ ഒരു യാഥാർത്ഥ്യം പറഞ്ഞു. എന്താ പറഞ്ഞെന്നറിയാമോ? ദൈവം ഇയ്യോബിൻ്റെ കൈകളുടെ പ്രവൃത്തിയെ അനുഗ്രഹിച്ചിരിക്കുന്നു. അപ്പോൾ കൈകളുടെ പ്രവൃത്തിയെ ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നു, നമ്മുടെ മക്കളെ അനുഗ്രഹിക്കുന്നു, നമ്മുടെ ഭവനത്തെ അനുഗ്രഹിക്കുന്നു, നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കുന്നു. ഇങ്ങനെ വേദപുസ്തകത്തിനകത്ത് അനുഗ്രഹത്തിൻ്റെ വിവിധ പടികളുണ്ട്. അതിലൊന്നാണ്, നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കപ്പെടാതെ പോയിട്ടുള്ള ഒന്നാണ്, കൈകളുടെ പ്രവൃത്തിയെ ദൈവം അനുഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഈ ഭൂമിയിൽ ദൈവം പറഞ്ഞു അധ്വാനിച്ച് നെറ്റിയിലെ വേർപ്പ് കൊണ്ട് വേണം ആഹാരം കഴിക്കാൻ. അഥവാ ഇവിടെ എന്തെങ്കിലുമൊക്കെ തൊഴിൽ ചെയ്ത് എല്ലാവരും ജീവിക്കുന്നത്. പറ്റീര് കൊണ്ട് ആർക്കും ഇവിടെ ജീവിക്കാനും നിലനിൽക്കാനും പറ്റില്ലല്ലോ. ഓരോരുത്തർ അവനവൻ്റെ തൊഴിലുകൾ ചെയ്യുന്നു. ഈ കൈകൊണ്ടാണ് വേല ചെയ്യുന്നത്. ചിലപ്പോൾ ചിലർ ആഹാരം പാകം ചെയ്യുന്നു, ചിലപ്പോൾ ചിലർ സൂചി നൂലെടുത്തുകൊണ്ട് വസ്ത്രങ്ങൾ തുന്നുന്നു, ചിലർ അവനവൻ്റെ തൊഴിൽ ഈ ലോകത്തിൽ ഒത്തിരി ഉണ്ട്. കൈകൊണ്ട് റബ്ബർ ടാപ്പിങ്ങോ മീൻപിടുത്തമോ വാഹനം ഓടിക്കലോ എന്തൊക്കെ കാര്യങ്ങൾ, ഇതെല്ലാം കൈകൊണ്ട് ചെയ്യുകയല്ലേ. കാറ്ററിങ്, ആഹാരം പാകം ചെയ്ത് ആളുകൾക്ക് കൊടുക്കുന്നു, ഹോട്ടൽ നടത്തുന്നു, ചായക്കട, നാരങ്ങ വെള്ളക്കട, എന്തും ആയിക്കോട്ടെ. ആ ചെയ്യുന്ന കാര്യത്തെ, ആ കൈകളുടെ പ്രവൃത്തിയെ ദൈവം അനുഗ്രഹിച്ചാൽ, ഇനി ബാക്കിയുള്ള ചിന്തിക്കാമോ? ദൈവം അനുഗ്രഹിച്ചാൽ അതൊരു വലിയ ട്രെൻഡായി, ഒരു ബ്ലസ്സഡായി മാനിക്കപ്പെട്ട് മുന്നോട്ട് പോകും.
ഇപ്പോൾ കൈകളുടെ പ്രവൃത്തി അനുഗ്രഹിക്കുക എന്നൊരു പദ്ധതി വേദപുസ്തകത്തിനകത്ത് അനുഗ്രഹത്തിൻ്റെ പാഠപുസ്തകത്തിനകത്തുണ്ട്. അങ്ങനെ അനുഗ്രഹം എന്നത് ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. അതല്ല ഇന്നിപ്പോൾ നമ്മൾ ഈ വാക്യം വായിച്ചതിൻ്റെ ഉദ്ദേശം. ഈ വാക്യത്തിനകത്ത് പറയുന്നു, ഞങ്ങൾ നിങ്ങളെ ദൈവത്തിൻ്റെ ആലയത്തിൽ നിന്ന് അനുഗ്രഹിക്കുന്നു. ഇപ്പോൾ ഇവിടെ ഞങ്ങളും നിങ്ങളും, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, അനുഗ്രഹം അനുഭവിക്കുന്നവരും അനുഗ്രഹിക്കുന്നവരും. ആരാണ് ഇവിടുത്തെ ഞങ്ങൾ? അവിടെ നോക്കിയാൽ ഞങ്ങൾ ആരാന്ന് തപ്പിയാൽ സങ്കീർത്തനത്തിൻ്റെ മുകളിലും താഴെയും നോക്കിയാൽ അവരെ പ്രത്യേകിച്ചെടുത്ത് വരച്ച് വെച്ചിട്ടില്ല, അല്ലെങ്കിൽ അവരിന്നതാണെന്ന് അവരുടെ അഡ്രസ്സും അവരുടെ കാര്യങ്ങളൊന്നും എഴുതിയിട്ടില്ല. പക്ഷെ ഒരു കാര്യം ആ വാചകത്തിൽ നമുക്ക് മനസ്സിലാകും. ഈ അനുഗ്രഹിക്കുന്നവർ അഥവാ ഞങ്ങൾ എന്ന് പറഞ്ഞവർ എവിടാ നിൽക്കുന്നതെന്ന് മനസ്സിലായോ? ഫ്രം ദ ടെമ്പിൾ ഓഫ് ഗോഡ് എന്നെഴുതിയിരിക്കുന്നത്, ദൈവത്തിൻ്റെ ആലയത്തിൽ നിന്ന്. അപ്പോൾ ഇവർ ആലയത്തിൽ കയറിയവരാണ്, ആരാധന സ്ഥലത്ത് കയറിയവർ. അവിടെ നിന്നുകൊണ്ടാണ് ഇവർ അനുഗ്രഹിക്കുന്നത്. ഏതെങ്കിലും കുന്നിൻ്റെ പുറത്തോ ഏതെങ്കിലും കെട്ടിടത്തിൻ്റെ മുകളിലോ ഏതെങ്കിലും മരത്തിൻ്റെ ജില്ലയിലോ ഏതെങ്കിലും വീടിൻ്റെ ടെറസിൻ്റെ മുകളിലോ ഒന്നും നിന്നുകൊണ്ടല്ല. എവിടെ നിന്നുകൊണ്ടാ? ഞങ്ങൾ നിങ്ങളെ ദൈവത്തിൻ്റെ ആലയത്തിൽ നിന്നും അനുഗ്രഹിക്കുന്നു. അപ്പോൾ ഇവർ ആലയത്തിനകത്ത് നിൽക്കുന്നവരാണ്. ആരാണ് ആലയത്തിനകത്ത് നിൽക്കുന്നവർ? ചുമ്മാ കയറിപ്പോയി കണ്ടിട്ട് വരാൻ വേണ്ടി കയറിപ്പോയവരല്ല. ദൈവാലയത്തിനകത്ത് നിൽക്കുന്നവർ അവരാത്മീകരാണ്, ആരാധിക്കുന്നവരാണ്, ശുശ്രൂഷയുള്ളവരാണ്, ദൈവഭക്തരാണ്, ദൈവത്തിൻ്റെ ആളുകളാണ്, ദൈവം ഉപയോഗിക്കുന്നവരാണ്. അങ്ങനെ എത്രയോ കാര്യങ്ങൾ പറയാം. അപ്പോൾ അവിടെ നിന്നാണ് മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാനിന്ന് ഈ വാക്യം വായിച്ചപ്പോൾ എൻ്റെ മനസ്സിലൂടെ ഓടിയ ഒത്തിരി ചിന്തകളുണ്ട്. ഒരു കാലത്ത് ഒരനുഗ്രഹത്തിന് വേണ്ടി ഞാനും നിങ്ങളുമൊക്കെ ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ട്. ദൈവദാസന്മാരും പ്രാർത്ഥനയൊക്കെ നടന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഒത്തിരി പേർ ഞങ്ങളെപ്പോലെ ശുശ്രൂഷകരൊക്കെ വരുമ്പോൾ എൻ്റെ കുഞ്ഞിനെ ഒന്ന് അനുഗ്രഹിക്കാൻ പറഞ്ഞ് ഒത്തിരി പേര് വരാറുണ്ട്. ജീവിതകാലം മുഴുവൻ നിങ്ങൾ വെളിയിൽ നിന്നുകൊണ്ട് അനുഗ്രഹം ഏറ്റുവാങ്ങാൻ വേണ്ടി മാത്രം നിൽക്കാതെ നിങ്ങൾ ആത്മീകത്തിൻ്റെ അകത്തേക്ക് കയറണം. ആലയത്തിനകത്തേക്ക്, ദൈവത്തിൻ്റെ തിരുസാന്നിധ്യത്തിലേക്ക്, ദൈവത്തിൻ്റെ പ്രമാണത്തിലേക്ക്, സ്വർഗീയ തീ ഇറങ്ങി വരുന്ന സ്ഥലത്തേക്ക്, ദൈവത്തിൻ്റെ പ്രമാണം ഉള്ള സ്ഥലത്തേക്ക്, ദൈവത്തിൻ്റെ ആരാധനയുള്ള സ്ഥലത്തേക്ക് അവിടെ കയറണം. അവിടെ നിങ്ങൾ കാണണം, അവിടെ നിങ്ങൾ നിൽക്കണം, അവിടുത്തെ ആളാകണം. അവിടെ നിന്നുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നവരായിരിക്കണം. പ്രിയപ്പെട്ടവരെ, എല്ലാ കാലത്തും അനുഗ്രഹം അനുഭവിക്കാൻ വേണ്ടി മാത്രം നമ്മൾ തലകുനിച്ച് നിൽക്കാതെ നിങ്ങൾ ദൈവത്തിൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ട്, ദൈവത്തിൻ്റെ പ്രതിനിധികളായി നിന്നുകൊണ്ട്, ദൈവാലയത്തിലും ദൈവീകതയ്ക്കും അകത്ത് നിന്നുകൊണ്ട് നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരാകയാൽ മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നവർ കൂടിയാകണം. പത്രോസിൻ്റെ ലേഖനത്തിൽ അതിനെ പരാമർശിക്കുന്ന ശ്രദ്ധേയമായിരിക്കുന്നൊരു വാക്യം പുതിയ നിയമ വിശ്വാസിയോട് പറയുന്നുണ്ട്. 1 പത്രോസ് 3:9 അവിടെ പറയുന്നു, ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും നിങ്ങൾ പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരാകയാൽ അനുഗ്രഹിക്കുന്നവരായിരിപ്പീൻ. ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യുന്നവർക്ക് അനുഗ്രഹിക്കാൻ പറ്റിയല്ല. പലരും നമ്മളോട് ദോഷം ചെയ്യും. ചിലർ നമ്മളെ ശകാരം എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് വേണ്ടാത്തതും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കും. അപ്പോഴൊക്കെ അതേ നാണയത്തിൽ തന്നെ നാക്കിന് എല്ലില്ലാത്തത് കൊണ്ട് എന്തും പ്രവർത്തിക്കാം എന്ന നയത്തിൽ തിരിച്ച് ദോഷവും തിരിച്ച് അതേ വാക്കിൽ എരിവേറിയ വാക്കുകൊണ്ട് അടിച്ചമർത്തുകയും ചെയ്യുന്നവൻ അനുഗ്രഹിക്കാൻ പറ്റില്ല. അതല്ല നമ്മുടെ പണി. നിനക്ക് വിരോധമായിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കയറി വരുമ്പോൾ നീ ആലയത്തിനകത്തേക്ക് കയറുക. അവിടെ ദൈവസന്നിധിയിൽ ദൈവത്തോട് പങ്കുവയ്ക്കുക. ദൈവം നിന്നെ ഒരു യോഗ്യത തരും. എന്താ യോഗ്യത എന്നറിയാമോ? മറ്റുള്ളവരെ, നിന്നെ ശകാരിച്ചവരെ, നിന്നെ ഉപദ്രവിച്ചവരെ അനുഗ്രഹിപ്പാൻ. ആലയത്തിനകത്ത് കയറിയവർ അനുഗ്രഹിക്കുന്നവരായിരിക്കും. എൻ്റെ ഉള്ളത്തിൻ്റെ ഉള്ളിലെ ഭാരം, പ്രയാസം, നൊമ്പരം ആരൊക്കെയോ നമ്മളാൽ വല്ലാതെ നമ്മളെ ചതിക്കുകയും വേദനിപ്പിക്കുകയൊക്കെ ചെയ്തു കാണും. അവരെ അനുഗ്രഹിപ്പാൻ പോകേണ്ടത് എങ്ങോട്ടാണെന്നറിയാമോ? പോലീസ് സ്റ്റേഷനിലേക്കോ കോടതിയിലേക്കല്ല. അങ്ങോട്ട് പോയാൽ അവിടെ നിന്നുകൊണ്ട് അനുഗ്രഹിക്കാൻ പറ്റും. അവിടെ നിന്നുകൊണ്ട് പണി കൊടുക്കാനല്ലേ പറ്റുള്ളൂ. ആലയത്തിനകത്തേക്ക് കയറിയാൽ വേദനിപ്പിച്ചവരെ,
നൊമ്പരപ്പെടുത്തിയവരെ, ഒതുക്കാൻ നോക്കിയവരെ, അവരെല്ലാം അതിനകത്ത് കയറിയാൽ, ദൈവവുമായിട്ട് അടുത്ത് ബന്ധപ്പെട്ടാൽ അവരെ അനുഗ്രഹിക്കുന്നവരായിരിക്കാം. നമുക്കിന്ന് ഇതിനകത്ത് നിന്നുകൊണ്ട്, ഈ വാക്യത്തിൽ നിന്നുകൊണ്ട് എന്തെങ്കിലും ഒന്ന് തീരുമാനിക്കാൻ പറ്റുമോ? ഈ നല്ല വർഷത്തിൻ്റെ പ്രാരംഭ ദിവസങ്ങൾ, ഇന്ന് 10 ദിവസങ്ങൾ പിന്നിടുക, എല്ലാ പ്രശ്നവുമായിട്ട് സഭാ കമ്മിറ്റിയിലേക്ക്, കുടുംബ കോടതിയിലേക്ക്, കുടുംബയോഗക്കാരുടെ ഇടയിലേക്ക്, കുട്ടിച്ചോദ്യത്തിന്, ഇതിനൊക്കെ പോയാൽ ഒരിക്കലും നമ്മൾ അനുഗ്രഹിക്കുന്നവരായിരിക്കുകയില്ല. വേദനയും നൊമ്പരവും പ്രയാസവും ചങ്കിനകത്തൂടെ ബ്ലേഡ് കൊണ്ട് കീറിയിട്ട് ഉപ്പുനീരൊഴിക്കുന്നത് പോലത്തെ നീറ്റലും പുകച്ചിലും അനുഭവിക്കുകയും ചെയ്യുമ്പോൾ, അത് നമുക്ക് സമ്മാനിച്ചവരെ വഴിയിൽ വെച്ച് തടഞ്ഞു നിർത്തിയും മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ബ്ലെയിം ചെയ്യുകയല്ല. ഈ നൊമ്പരം കൊണ്ട് നീ ദൈവാലയത്തിലേക്ക് കയറ്, ദൈവസന്നിധിയിലേക്ക് കയറ്. അവിടെ ചെല്ലുമ്പോൾ ആ നീറ്റിലും പുകച്ചിലും വേദനയൊക്കെ ദൈവം ഏറ്റെടുക്കും. ആലയത്തിൽ നിൽക്കുന്ന നിനക്ക് നിൻ്റെ ശത്രുക്കളെ പോലും അനുഗ്രഹിക്കാൻ പറ്റും. നിൻ്റെ ബന്ധുക്കൾ, സ്വന്തക്കാർ ആരുമാകട്ടെ, വിഷയങ്ങൾ കൊണ്ട് ആ വാക്ക് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ പോവാട്ടോ. ഈ കൊല്ലം വിഷയങ്ങൾ കൊണ്ട് നമ്മൾ മനുഷ്യൻ്റെ മുമ്പിലേക്കല്ല, നിയമത്തിൻ്റെ മുമ്പിലേക്കല്ല, അധികാരികളുടെ മുമ്പിലേക്കല്ല, സ്വർഗത്തിലെ അപ്പൻ്റെ മുമ്പിലേക്ക് ചെല്ലണം. ഞങ്ങൾ നിങ്ങളെ ദൈവത്തിൻ്റെ ആലയത്തിൽ നിന്നും അനുഗ്രഹിക്കും. ഞാൻ പ്രാർത്ഥിക്കട്ടെ, ആലയത്തിനകത്ത് നിന്ന് അനേകരെ അനുഗ്രഹിപ്പാൻ ഈ കൊല്ലം നിങ്ങൾക്ക് അവസരവും ഭാഗ്യവും ഉണ്ടാകട്ടെ, അതിന് മുഖാന്തരമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, കരുണാർദ്രനും മനസ്സലിവുള്ളവനുമായ ദൈവമേ, ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ രക്ഷിതാവും വീണ്ടെടുപ്പുകാരനുമായ ദൈവത്തിൻ്റെ കയ്യിലേൽപ്പിച്ച് സ്തോത്രം ചെയ്യുന്ന കൂടെ കർത്താവിൻ്റെ ദയ ഇന്ന് പകലിൽ ഞങ്ങൾ തിരിച്ചറിയുന്നു. നാഥ, ഞങ്ങളെ തൊട്ടതിനും പിടിച്ചതിനും എല്ലാം വഴക്കുണ്ടാക്കുന്നവരും ദൈവമേ അതിനെല്ലാം കടലാസം പൊക്കിയെടുത്തുകൊണ്ട് നിയമജ്ഞരുടെ മുമ്പിലേക്ക് പോകുന്നവരുമാക്കാതെ, ഏത് വിഷയങ്ങൾ വന്നാലും ആ ഭാരവുമായി ആലയത്തിലേക്ക് ചെല്ലുകയും ആലയത്തിനകത്ത് വെച്ച് ഭാരങ്ങൾ നീങ്ങുകയും ഞങ്ങൾ മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നവരായിരിക്കാൻ ദൈവമേ, ഈ വാക്യശകലത്തിനകത്തൂടെ ഞങ്ങൾക്ക് ഗ്രാഹ്യം തന്ന ദൈവമേ, അതുപോലെ ഞങ്ങളെ ആക്കി തീർക്കണേ. കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.